പാഠം 206. ഒരു മാരക പരീക്ഷണം. ഹലോ, അതെ. ഓ, എപ്പോ? എന്ത് ചെയ്യാനാ വിദ്യാലക്ഷ്മി, ഇവിടുത്തെ കാര്യം നിനക്കറിയാലോ. മോഹനേട്ടനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ, നടന്നോ തന്നെ. അതൊന്നും നടക്കില്ല. ശരി, ഓഫീസിൽ വെച്ച് കാണാം. എന്താണ് നീ എന്നെപ്പറ്റി വിദ്യാലക്ഷ്മിയുടെ യേശിനി പറഞ്ഞത്? ഞാനൊരു യേശിനിയും പറഞ്ഞില്ലേ. പറഞ്ഞത് പച്ച പരമാർത്ഥ. ആ പരമാർത്ഥം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഒന്നുമില്ല. 4 പുതിയ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നു. അതാ വിദ്യാലക്ഷ്മി വിളിച്ചു പറഞ്ഞത്. ഹൈക്കോടതിയിൽ ജഡ്ജിമാരെ നിയമിച്ചതിന് നീ എന്റെ പേര് വലിച്ചെന്തിനാ? കോടതിയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നത് വില്ലേജ് ഓഫീസറല്ലല്ലോ, സുപ്രീം കോടതിയിലെ കൊളീജിയമല്ലേ? മോഹനേട്ടന്റെ പേര് പറഞ്ഞത് ജഡ്ജിമാരെ നിയമിച്ച കാര്യത്തിലല്ല. ഞാനൊരു വക്കീലാണ്, അതറിയാമോ എന്തോ? നീ വക്കീലല്ല എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ കാര്യമായ കേസൊന്നുമില്ലാത്തൊരു വക്കീലാണ് എന്നത് സത്യമാണ്, ഞാൻ അതിലിടത്തും പറഞ്ഞിട്ടുണ്ട്. ഹലോ, എനിക്ക് കേസുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഞാൻ സഹിച്ചു. മനസ്സിലായല്ലോ? ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈക്കോടതിയിൽ പുതിയ ജഡ്ജിമാർ വരുന്നത്. റവന്യൂ വകുപ്പിൽ പുതിയ മന്ത്രി വന്നാൽ മോഹനേട്ടൻ അത് പ്രധാനപ്പെട്ടതായിരിക്കില്ലേ? റവന്യൂ വകുപ്പിൽ പുതിയ മന്ത്രി വരുന്നത് എനിക്ക് മാത്രമല്ല, നാട്ടിലെ സകല ആളുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലല്ല ഹൈക്കോടതി ജഡ്ജിമാരുടെ കാര്യം. കോടതിയും കേസുമായി നടക്കുന്ന കുഴപ്പക്കാർക്ക് മാത്രമാണ് അതൊരു വാർത്തയാവുന്നത്. പിന്നെ നിന്നെപ്പോലുള്ള കുറെ വക്കീലന്മാർക്ക്. നീ ഇപ്പോഴും കാര്യം എന്താണ് എന്ന് പറഞ്ഞില്ല. ഹൈക്കോടതി ജഡ്ജിമാരുടെ കാര്യത്തിനിടയിൽ എന്നെ വലിച്ചഴച്ചത് എന്തിനാണ്? പറയാം. ഞാനൊരു വക്കീലാണ്. എനിക്ക് വയ്യ, അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലേ. ഹൈക്കോടതിയിൽ പുതിയ ജഡ്ജിമാരെ നിയമിച്ച കാര്യം അറിയാതിരുന്ന ഈ നാട്ടിലെ ഒരേ ഒരു വക്കീൽ ഈ അഡ്വക്കേറ്റ് സത്യഭാമയാണ്. നീ എന്താ അറിയാത്തത്? ബാക്കിയുള്ളവരൊക്കെ ടിവിയിലെ ഫ്ലാഷ് ന്യൂസ് കണ്ടാണ് കാര്യം പറഞ്ഞത്. എനിക്ക് ഫ്ലാഷ് ന്യൂസ് കാണാൻ ഇവിടെ ഒരു ടി വി ഇല്ലല്ലോ. അപ്പൊ അതാണ് പ്രശ്നം. ഇവിടെ ഒരു ടി വി ഇല്ല. അത് സത്യമാണ്. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈ ടി വി എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ സമയവും ആരോഗ്യവും കളയുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് അതിനെ വിഡ്ഢിപ്പെട്ടി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഇവിടെ വാങ്ങിവെക്കാൻ ഈ മോഹനകൃഷ്ണൻ സമ്മതിക്കില്ല. മോഹനേട്ടാ, കേരളത്തിൽ 3-3.5 കോടി ജനങ്ങളുണ്ട്. 19 ലക്ഷം ടി വി ഉണ്ട്. ഈ ടി വി കാണുന്ന സകല ആളുകളും മണ്ടന്മാരും മോഹനേട്ടൻ മാത്രം ബുദ്ധിമാനും ആയിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ടി വി വാങ്ങണമെങ്കിൽ കാശ് മുടക്കണം. ഈ ഒടുക്കത്തെ പിശുക്ക് കാരണം അതിന് കഴിയില്ലല്ലോ. അത്രയുള്ള കാര്യം. ഇതൊക്കെ നീ ജയിക്കാൻ വേണ്ടി പറയുന്നതാ. ഭാമേ, ഈ ടി വി വാങ്ങുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? രാവിലെ മുതൽ രാത്രി വരെ കുറെ സീരിയലുകൾ, എല്ലാത്തിനും ഒരു കഥ. കുറെ പെണ്ണുങ്ങൾ മറ്റു കുറെ പെണ്ണുങ്ങൾ ഉപദ്രവിക്കുന്നു. വേറെ കുറെ പെണ്ണുങ്ങൾ ഇരുന്ന് മേനക്കെട്ട് കരയുന്നു. ഇതിലെന്തോന്ന് കാണാന്? ഇത് കണ്ട മനുഷ്യന്റെ മനസ്സ് നന്നാവോ മോശമാവോ? ശരി, സീരിയല് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. ടിവിയിൽ വേറെ എന്തെല്ലാം പ്രോഗ്രാമുകളുണ്ട്. എത്ര സിനിമ ഡെയിലി കാണിക്കുന്നറിയോ? സിനിമ കാണാൻ ടി വി എന്തിനാ? സിനിമ കാണേണ്ടത് തിയേറ്ററിൽ പോയിരുന്നാണ്. അല്ലെങ്കിൽ തന്നെ വലിയ സ്ക്രീനിൽ കാണേണ്ട കാര്യങ്ങൾ ഇത്രയുള്ള പെട്ടി കണ്ട അതിന്റെ ഒരു ഗുണം കിട്ടൂ. പറയുന്ന കേട്ട എല്ലാ ആഴ്ചയും സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്ന ആളാന്ന് തോന്നുന്നു. നമ്മൾ തിയേറ്ററിൽ പോയൊരു സിനിമ കണ്ടത് കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം ഓണത്തിനാണ്. അത് ഓർമ്മയുണ്ടോ? അതോ ഇപ്പൊ ഇറങ്ങുന്ന സിനിമയൊന്നും കൊള്ളൂല. വെറുതെ ചീത്ത പറയുന്ന ചീത്ത സിനിമ കണ്ട് വെറുതെ പൈസ ഉള്ളത് എന്തിനാ? സിനിമ നല്ലതാണോ ചീത്തയാണോ അത് കണ്ടാലല്ലേ അറിയൂ. അതൊക്കെ പോട്ടെ. ടിവിയിൽ സിനിമയും സീരിയലും മാത്രമല്ല, ന്യൂസും ഉണ്ടല്ലോ. കേരളത്തിൽ 4 ന്യൂസ് ചാനലുകളുണ്ട്. അത് 24 മണിക്കൂറും വാർത്തയാണ്. ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും ആ നിമിഷം നമുക്ക് വീട്ടിലിരുന്നറിയാം. ഭാമേ, അതൊക്കെ തട്ടിപ്പാ. ഈ 24 മണിക്കൂറും കാണിക്കാൻ മാത്രം എന്തു വാർത്തയാ ഉള്ളത്?
വാർത്ത അറിയാൻ നമ്മൾ പത്രം വരുത്തുന്നുണ്ടല്ലോ. അതിൽ തലേ ദിവസത്തെ മുഴുവൻ വാർത്തയും ഉണ്ടാവും. പക്ഷെ നീ ഇതുവരെ ആ പത്രം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യം പത്രം വായിച്ച് ശീലിക്കും. അത് കഴിഞ്ഞു മതി ടിവിയിലെ വാർത്ത. ശരി, പത്രത്തിൽ വാർത്തയുണ്ടെന്നുള്ളത് സമ്മതിക്കാം. പക്ഷെ ഇന്നത്തെ വാർത്ത നാളെയല്ലേ അറിയാൻ പറ്റൂ? TV ചാനലാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി അപ്പൊ കാര്യങ്ങൾ അറിയാലോ. ഉദാഹരണത്തിന് പുതിയ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിച്ച കാര്യം നാളത്തെ പത്രത്തിലല്ലേ വരൂ. TV ഉള്ളവർ അത് ഇന്നേ അറിഞ്ഞു. പുതിയ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിച്ച കാര്യം നാളെയാണ് അറിയുന്നതെങ്കിൽ എന്താ കുഴപ്പം? ഇപ്പൊ തന്നെ അതറിഞ്ഞിട്ട് നിനക്ക് ഹൈക്കോടതി കേസ് കൊടുക്കാറുന്നില്ലല്ലോ. മോഹനേട്ടാ, ഇപ്പൊ പറയുന്നത് വാശിയാണ്. ഇനി ടിവിയില് സിനിമ, സീരിയലും ന്യൂസും മാത്രമല്ലല്ലോ, വിദേശ ചാനലുകൾ എത്രയുണ്ട്. അതിലൊക്കെ എന്തെല്ലാം പ്രോഗ്രാമുകളാ ഉള്ളത്. അപ്പൊ അതാ നിന്റെ മനസ്സിലിരിപ്പ്. നാണോ മാനോ ഇല്ലാത്ത സായിപ്പന്മാര് ഉടുതുണി പോലുമില്ലാതെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണണം. നമ്മൾ ഇന്ത്യക്കാരാണ്, നമുക്കൊരു സംസ്കാരമുണ്ട്. നമ്മളൊരിക്കലും പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കാൻ പാടില്ല. ആരനുകരിച്ചു എന്നാ പറയുന്നത്? മറ്റു നാടുകളിലെ സംസ്കാരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അത് മാത്രമല്ല, ഒരു ഇംഗ്ലീഷ് ചാനൽ കാണുമ്പോഴേക്കും തകർന്നു പോകുന്നതാണോ ഇന്ത്യയുടെ സംസ്കാരം? ആണോ? മോഹനേട്ടാ, ടിവിയിൽ ഓരോ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ജീവിതം രക്ഷപ്പെട്ട എത്ര പേരാ ഉള്ളെന്നറിയൂ? എത്ര പുതിയ പാട്ടുകാരെയാ ടിവിക്കാരെ കണ്ടെത്തിയതും രക്ഷപ്പെടുത്തിയതും? ഒരു TV ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ല പാട്ട് കാണായിരുന്നു. പാട്ട് കാണാനുള്ളതാണോ? ഞാൻ സാധാരണ അത് കേൾക്കാറാണ് പതിവ്. ഭമേ, പാട്ട് കേൾക്കണമെങ്കിൽ ഒരു റേഡിയോ വാങ്ങിയ പോരെ, എന്തിനാ TV? റേഡിയോയിൽ വാർത്തയുമുണ്ട്. ശരി, ഇവിടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നല്ലോ പണ്ട്. അത് കേടായപ്പോ നന്നാക്കാൻ കൊണ്ടുപോയി കടക്കാരൻ 250 രൂപ കൂലി ചോദിച്ചപ്പോ അത് കൊടുക്കാൻ മടിച്ചിട്ട് 300 രൂപയ്ക്ക് വിറ്റ ആളാണല്ലോ ഈ മോഹനകൃഷ്ണ സാറ്. ശരി, റേഡിയോ എങ്കിൽ റേഡിയോ. എവിടെ റേഡിയോ? എവിടെ? റേഡിയോ കിട്ടായില്ലല്ലോ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക. മോഹനേട്ടൻ ഈ ജന്മത്തെ TV, റേഡിയോ എന്നല്ല ഒരു മൊട്ടുസൂചി പോലും കാശ് കൊടുത്ത് വാങ്ങൂലെന്ന് എനിക്കറിയാലോ. എന്റെ ഈശ്വരാ, പിശുക്കെന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു പിശുക്കുണ്ടോ? സമ്മതിക്കണം. പതിനൊന്ന് മണിക്ക് എല്ലാവർക്കും ഒരു ചായ കിട്ടുന്നല്ലേ? ഇന്ന് അതും ഇല്ലേ? ഈ ശിശുപാലനേട്ട എവിടെ പോയി? എന്തോ വലിയ കാര്യ. രാവിലെ മോഹനേഷ് സാർ വന്ന പാടെ ശിശുപാലൻ ചേട്ടനെ അകത്തേക്ക് വിളിച്ചു. എന്തോ കുറെ നേരം സംസാരിച്ചു. അപ്പ ഇവിടുന്ന് ഇറങ്ങിയ ശിശുപാലൻ ചേട്ടനാ. എവിടെ പോയിന്നറിയില്ല. ഇത്ര രഹസ്യമായിട്ട് ശിശുപാലൻ ചേട്ടനെ എവിടെ പറഞ്ഞു വിട്ടതായിരിക്കും? ഈ സാധനം ഇവിടെ ഒന്ന് വയ്ക്കട്ടെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. ഇതെന്താ ശിശുപാലൻ ചേട്ടാ ഇത്ര വലിയൊരു പെട്ടി? മോഹനേഷ് സാറകത്തുണ്ടോ? സാറിന് വലിയൊരു മോഹം, ഇതുപോലൊരു സാധനം വാങ്ങണം. ഇത് കിട്ടുന്ന സ്ഥലം എനിക്കല്ലേ അറിയൂ, അതിന് പോയതാ. ഇതെന്താ ഇത്? കാണിച്ചു തരാം. അവൻ വളരെ കഷ്ടപ്പെട്ട ഇത് പാക്ക് ചെയ്തെന്ന് എനിക്കായതുകൊണ്ടാണ്. ഈശ്വര, റേഡിയോ ഇതെന്തിനാ? റേഡിയോ എന്തിനാ? പാട്ട് കേൾക്കാൻ. കഷ്ടം, ഈ നൂറ്റാണ്ടിൽ ആരെങ്കിലും ഈ റേഡിയോ വാങ്ങോ? കാഞ്ചന സാറേ, ഇത് പാട്ട് കേൾക്കാനൊന്നും അല്ല, ഒരു പ്രൗഢിക്ക്. ഇത്തിരി കാശും പാരമ്പര്യമുള്ള ആളുകളെ ഇതുപോലൊരു സാധനം വാങ്ങി വീട്ടിൽ വെച്ചേക്ക്. ചുമ്മാ ചോയ്ക്ക്. ശിശുപാല സാറേ, സാധനം കിട്ടി. നല്ല ഒന്നാം തര കണ്ടീഷനാ, ഒരു കുഴപ്പമില്ല. പാട്ട് കേട്ട് നോക്കിട്ടാ ഞാൻ വാങ്ങിയേ. അങ്ങനെ ശിശുപാലൻ മാത്രം പാട്ട് കേട്ടാ പോരല്ലോ, എനിക്കും പാട്ട് കേട്ട് ബോധ്യം വന്നാലേ ഞാൻ വാങ്ങും. അതിനെന്താ സാറേ, ഇപ്പൊ തന്നെ കേൾപ്പിക്കാമല്ലോ.
സാർ ഇത് ബാറ്ററിയിലും പ്രവർത്തിക്കും കറണ്ടിലും പ്രവർത്തിക്കും. നല്ല പുത്തൻ 5 ബാറ്ററിയാണ് മുഹമ്മദ് കുട്ടി വാങ്ങി ഇതിനകത്ത് ഇട്ട് തന്നെ. ഓൺ ചെയ്യട്ടെ സാർ? ഒരു നിമിഷം. ചെയ്തോളൂ. നല്ല വാൽവ് സെറ്റാ. എന്താ പാട്ട് കേൾക്കുന്നില്ലല്ലോ? പഴയ മോഡൽ സാധനമല്ലേ സാറേ, ഇത്തിരി പതുക്കെ കേൾക്കൂ. ഗോൾഡ് ഇസ് ഗോൾഡ് എന്നല്ലേ? എത്ര മനോഹരമായ പാട്ട് കേൾക്കുകയാണെങ്കിൽ റേഡിയോയിൽ തന്നെ കേൾക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. കയ്യില് ശവപ്പെട്ടിയാ? അതെ, നിന്റെ അമ്മായിയച്ഛൻ തട്ടിപ്പോയെന്ന് കേട്ടു. അങ്ങേരെ കുഴിച്ചിലാണ്. പേടിയുണ്ടല്ലോ വിട്ടി. അടുത്ത കൊല്ലം കരടയ്ക്ക് അവന്റെ അച്ഛൻ വരട്ടെ. അഹങ്കാരി. എന്താ സാറ് കയ്യില്? എന്താണെന്ന് മനസ്സിലായില്ലേ? പുരാവസ്തു വകുപ്പിൽ നിന്ന് ലേലത്തിൽ പിടിച്ചതാ. നിന്റെ വീട് പണി എന്തായി? തറയിട്ടതേ ഉള്ളൂ. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയാലേ ബാക്കി പണി നടക്കൂ. ലോൺ തരാമെന്ന് ബാങ്കുകാർ പറഞ്ഞു? പറഞ്ഞു. പക്ഷെ ഈ അപേക്ഷയുടെ കൂടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് സാധനം ഉണ്ടല്ലോ, വേണം. അതെവിടെ നിന്നാണ് കിട്ടുന്നത്? വില്ലേജ് ഓഫീസിൽ നിന്ന്. അറിയാം. പക്ഷേ നിനക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ആ സാധനം കിട്ടില്ല. നീ ആ സർട്ടിഫിക്കറ്റ് പുരാവസ്തു വകുപ്പ് പോയി ചോദിച്ചാൽ മതി. അഹങ്കാരി. അല്ല സാറേ, കാര്യം നിസ്സാരം.